ലക്ഷ്മി ബിഗ് ബോസ് ഒന്നുണ്ടേ ലക്ഷ്മിനെ പോലെ തന്നെ ഇരിക്കണം. ആണോ? ആരും പറഞ്ഞിട്ടില്ല ആ കാര്യം. എന്താ ഈ ബിഗ് ബോസ് കാണാറുണ്ടോ? ഈ സീസണോ? വല്ലപ്പോഴും അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ദുബായിലായതുകൊണ്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ ഒന്നും ഇല്ല. റീൽസിൽ പക്ഷെ ആക്റ്റീവായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്തടുത്ത് ഇത് തന്നെയാണ് വരുന്നത്. കൂടുതൽ എന്താ കാണാറ്? അവിടെ നിൽക്കും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത് പിടിച്ചു. കൂടുതൽ ആരുടെ ഗെയിമാണ് കാണാറ്? മറക്കരുത് എടുക്കാൻ. ആരുടെ ഗെയിമാണ് കാണുന്നതെന്നോ? വളരെ സ്കാറ്റേർഡ് ആയിട്ടുള്ളൊരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാറി തിരിഞ്ഞും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളിലേക്കോ രണ്ടുപേരിലേക്കോ ചുരുങ്ങിയിട്ടില്ല ഇതുവരെ സീസൺ. 40 days ആയിട്ടും എല്ലാവരും മത്സരിച്ച്, അതാ ഞാൻ പറഞ്ഞത്, പ്ലാൻ ചെയ്ത് കോണ്ടന്റ് കൊടുക്കണം, അടി ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരുന്നതുകൊണ്ടായിരിക്കാം ഒട്ടും ഇമോഷണലി കണക്റ്റഡ് ആവുന്നില്ല നമുക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് ആസ് എൻ ഓഡിയൻസ്. അപ്പം ഞാൻ മാത്രമല്ല, അപ്പോൾ ഞാൻ സംസാരിക്കുന്നവരാണെങ്കിൽ പോലും പറയുന്നത് നമുക്ക് എപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു സംഭവത്തിൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആകണം നമ്മൾ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട്. അപ്പോളേ നമുക്ക് അവർ നമ്മുടെ ഫാമിലിയിലെ ഒരാളായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ആ ഒരു ഫീലിംഗ് എനിക്ക് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടില്ല. മറ്റുള്ള ഗെയിമേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുള്ളതൊക്കെ? എല്ലാവരും അവർക്ക് കിട്ടുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ അങ്ങനെ നല്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. നല്ലതായിട്ട് നല്ല TRP ഉള്ള നല്ല റേറ്റിംഗ് ഉള്ള ഷോ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ബിക്കോസ് എല്ലാവരും മത്സരിച്ച് ഈ അടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഐ വുഡ് സേ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നെങ്കിൽ. അതല്ല പറയുന്നത്, ഇരുന്ന് കരയുന്ന ഇമോഷൻസ് അല്ല ഞാൻ പറയുന്നത്. ഇമോഷണൽ കണക്ഷൻ വിത്ത് ദ ഹൗസ് മേറ്റ്സ്, വിത്ത് ദി ഓഡിയൻസ്. നമ്മൾ എങ്ങനെ അവരായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പം ആ സമയത്ത് ഇതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഹൗസിൽ നിൽക്കുമ്പം എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. ഇമോഷണൽ എൻ്റെ ആണോ? വെച്ചോ എടുക്കണ്ട, ആരാന്നറിയില്ല. അപ്പം ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ നിന്നത് നമ്മൾക്ക് കുറച്ചും കൂടി ഇമോഷണൽ ബോണ്ടിങ്സ് അവിടെ ഉണ്ടായാലും നമുക്ക് ഒരു ആശ്രയമാണ്. എപ്പോഴും ഒരു ഷോൾഡർ ടു ലീൻ ഓൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഗെയിം കളിക്കുക, ആരെ എവിടെ നോക്കിയാലും മനസ്സിലായോ, വെട്ടൊന്ന് തുണ്ടം രണ്ടെന്നുള്ള പറയുന്ന പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദർ ഇസ് നോ ബോണ്ടിങ് ആസ് സച്ച്. ആ ഒരു കണക്ഷനും കൂടി ബിൽഡ് ചെയ്തായിരുന്നെങ്കിൽ അതല്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കര ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഭയങ്കര കുറച്ചും കൂടെ സെൽഫിഷ് ആണോ, അങ്ങനെ സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ബട്ട് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ മോറൽ വാല്യൂസൊക്കെ കീപ്പ് ചെയ്താൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ല രസമായിരിക്കും കണ്ടിരിക്കാൻ എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊക്കെ പല പല രീതിയിൽ പ്രൊവോക്ക് ചെയ്തിട്ട് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ബിഗ് ബോസിലായാലും ഇപ്പോഴത്തെ ബിഗ് ബോസിലായാലും. പക്ഷെ നമ്മൾ വീട്ടുകാരെ പറ്റി സംസാരിക്കുക, പുറത്തുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ചെറിയ കണ്ടിരുന്നു. ബിഗ് ബോസിൽ പല കണ്ടസ്റ്റന്റും വൈൽഡ്കാർഡായിട്ട് വന്ന കണ്ടസ്റ്റന്റ് പുറത്തുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. ഞാൻ എന്നാൽ ഇങ്ങനെ പിടിക്കാൻ ഞാൻ എല്ലാം മിക്സ് ആയി പോവേ. എന്നെ ഞാൻ വൈൽഡ് കാർഡ്സ് വന്നിട്ട് വൈൽഡ് കാർഡ് മാത്രമല്ല, വീടിന്റെ അകത്തുള്ള ആൾക്കാർ വീടിന്റെ പുറത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് സംസാരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞാലും അച്ഛൻ അത് ആര് എവിടെ പറഞ്ഞാലും അത് തെറ്റല്ലേ? എന്തിനാണ് നമ്മൾ നമ്മുടെ ഫാമിലീനെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്? നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഗെയിമറായിട്ടാണ് നമ്മൾ ആ വീട്ടിനകത്ത് കയറുന്നത്. നമ്മൾ ഇതിപ്പോൾ പുറത്ത് ഈ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ അകത്ത് ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് എന്ത് റൈറ്റ്? അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് അവരുടെ പേഴ്സണാലിറ്റി റിവീൽ ആവുന്നത്, അവരുടെ ക്യാരക്ടർ പുറത്ത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരെ മനസ്സിലാക്കണം. ഇത് ജനങ്ങളുടെ ഷോ ആണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഈ 10-25 ആൾക്കാർ അതിനകത്തുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് റിയലൈസ് ചെയ്യണം അത് എങ്ങനെയാണ്, എന്താണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് ദെയർ പേഴ്സണാലിറ്റി, ഇങ്ങനെയാണ് ഒരു വിന്നർ ബിഹേവ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണല്ലോ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇപ്പം ഞാൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം എനിക്കിതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഈ ഒരു സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ എനിക്ക് എടുക്കാൻ പറ്റുന്നത് ബിക്കോസ് ഞാൻ കണ്ടിന്യൂസ് പാജൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മിസ് ക്വീൻ കേരള ആണെങ്കിലും പല പാജൻസും ഞാൻ വിൻ ചെയ്ത് അല്ലെങ്കിൽ പലയിടത്തും ഫെയിലറായി വന്നാലും ഐ നോ ദിസ് ഇസ് എ പ്ലേസ് ടു ലേൺ. ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് അടുത്തയിലേക്ക് പോവുക, പരിശ്രമിക്കുക, ജയിക്കുക, തിരിച്ചു വരിക. അല്ല ഇതൊരു ഗ്രഡ്ജായിട്ട് ലൈഫ് ലോങ് കൊണ്ട് നടന്ന് അങ്ങനെയല്ല. ദിസ് ഇസ് എ ഗെയിം ഷോ. കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈഫുണ്ട്, ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. ഈ അനുമോളിനെ സംബന്ധിച്ചാൽ അനുമോൾക്ക് പുറത്ത് നല്ല ഓഡിയൻസ് ആയിട്ടാണ് അകത്ത് കയറി തന്നെ.
പക്ഷെ അനുമോളുടെ ഇപ്പോഴത്തെ ഗെയിം കാണുമ്പോൾ തന്നെ ഭയങ്കര ഹെയ്റ്റ് കൊണ്ടുവന്ന് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയാം, ചിലപ്പോൾ അനുമോളുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം, പക്ഷെ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്ന് പോകണതായിരിക്കാം. അനുമോളുടെ ഒരു ഗെയിം പ്ലാനെ കുറിച്ചിട്ട് എന്താ സാർ എനിക്ക് തോന്നുന്നത്? എനിക്ക് എങ്ങനെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും? ഞാൻ അവരെ ഇപ്പം ജഡ്ജ് ചെയ്യുന്നത് തെറ്റല്ലേ? അവരുടെ ഗെയിം പ്ലാൻ ചിലപ്പോൾ അവരങ്ങനെ ഡിസൈഡ് ചെയ്തതായിരിക്കും അകത്തേക്ക് കയറുന്നത്. അപ്പം എനിക്ക് അതിനെ ഒന്നും ജഡ്ജ് ചെയ്യാനുള്ള ആളൊന്നും അല്ല ഞാൻ. അവരുടെ ഇഷ്ടമാണ്. ഗെയിം എന്ന് പറയുന്നത് ഗെയിം പ്ലാൻ ആയിരിക്കാം, പക്ഷെ സൊസൈറ്റി എടുക്കുന്ന രീതി പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ മറ്റേ ഈ സദാചാര പുനഃസ്ത്രീ എന്നുള്ളൊരു പട്ടം ഇപ്പോൾ തന്നെ ബിഗ് ബോസിൽ നിന്ന് അനുമോൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജിസയിലും മാരിനായിട്ടുള്ളൊരു ഗെയിമല്ല അത് കണ്ടു എന്ന് പറയുന്നു. നമുക്ക് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇത്തരം ആക്ടിവിറ്റി ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. ലാലേട്ടൻ തന്നെ പല രീതിയിൽ അനുമോളെ കുറ്റപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് ഒരു വലിയൊരു ഷോയാണ് സെറീന ചെയ്തതെന്നൂടെയാണ്. അപ്പോൾ സെറീനൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ മലയാളത്തിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇൻറ്റിമസി നേരിട്ട് ക്യാമറ കാണാത്ത. എല്ലാ ലാംഗ്വേജസിലും നമ്മൾ കാണുന്നതാണ് അല്ലേ? ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. ഞാൻ പറഞ്ഞില്ല, അവിടെ നമുക്ക് ഇമോഷണൽ ബോണ്ടിങ് വന്നാൽ ആരെന്ത് ചെയ്താലും ആ ഒരു ഹൗസിൽ ഇപ്പം എന്തെങ്കിലും ചെയ്താൽ തന്നെ എന്താ പ്രശ്നം? ദേ ആർ നോട്ട് മാരീഡ്. അവർക്ക് കൺസെൻറ്റ് ആയിട്ട് അവരെന്തെങ്കിലും കൺസെൻഷ്വൽ ആയിട്ട് എന്തെങ്കിലും അവർ കിസ് ചെയ്താൽ ആർക്കാണ് അതിന് പ്രശ്നം? ആസ് ലോങ് as they are okay. ആര്യനും ജിസയിലും ഓക്കെ ആണെങ്കിൽ എന്തിനാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അനുമോളുടെ ടാക്ടിക്സ് അതാണ്. അത് ചെയ്താൽ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് അറിയാതിരിക്കും, അല്ലെങ്കിൽ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയാണ്, സപ്പോർട്ട് ഉണ്ട് പുറത്തുനിന്ന് നിന്നാൽ ചിലപ്പോൾ ആ രീതിയിൽ തന്നെ ആ ട്രാക്ക് തന്നെ പിടിച്ചാൽ പുള്ളിക്കാരിക്ക് പുറത്ത് മുമ്പിലേക്ക് പോകാമെന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ പെർസ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പ്രായമുള്ളവർക്ക് ചോദിച്ചാൽ അവരിതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവർ അനുമോളുടെ സൈഡിലായിരിക്കും നിൽക്കുന്നത്. ഡിപ്പെൻസ്. ടിപ്പിക്കൽ ഓഡിയൻസ്, വേറെ ഓഡിയൻസ്, ചിൽഡ്രൻ, മുതിർന്നവർ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ഇപ്പോൾ ലാലേട്ടൻ തന്നെ അവിടെ തർക്കിച്ച് അത്രയും ക്യാമറാസിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിടത്ത് then we know അവിടെ ഒന്നും ഇല്ല. ഞാൻ കണ്ടതാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും അവർക്ക് മനസ്സിലായത്. പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസ് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തതാണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി കാണും ഞാൻ എൻ്റെ വാക്ക് മാറ്റിയാൽ വേറെ പ്രശ്നമാകും. സോ ഞാൻ എൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കാം. മിഥുൻ നിങ്ങളുടെ സീസൺ തന്നെ മിഥുൻ ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു, അത് കള്ളാന്ന് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ സംസാരിച്ചിരുന്നു. എനിക്കറിയത്തില്ല അത് കള്ളമാണോ എന്ന്. ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ. കള്ളമാണെന്ന് പറഞ്ഞോ? ആള് പറഞ്ഞിരുന്നു എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ കഥ പറഞ്ഞതാണ്. അതെയോ? രജനീഷ് എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂല്, രജനീഷ് ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂല് സംസാരിച്ചിരുന്നു. അപ്പൊ ബിഗ് ബോസിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് പുറത്തിറങ്ങി വേറെ ടോക്ക് സംസാരിക്കുമ്പോൾ ബിക്കോസ് ഞാൻ ആ കഥ കേട്ടോണ്ടിരുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഭയങ്കര വാവ്, സച്ച് എ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി, ഐ വിഷ് ഐ ഹാഡ് ദിസ് ലവ് സ്റ്റോറി എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ആ കഥ കണ്ടത്. ഞാൻ മിഥുൻ ചേട്ടനായിട്ട് വളരെ ക്ലോസ് ആണ്, എനിക്ക് ഒരു ബ്രദർലി അഫെക്ഷനാണ്. ഇന്നാണെങ്കിലും എന്നെ വിഷ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് ഞാൻ വന്നത്. അപ്പം എല്ലാവരുടെയും ടാക്ടിക്സും എല്ലാം സ്റ്റോറീസ് ഡിഫറെൻ്റ് അല്ലേ? ഒരു ഷോയിൽ കയറുമ്പോൾ എന്താണോ അവർ പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. ആദ്യമായിട്ട് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചതാണ്, നിങ്ങൾക്ക് അതൊന്നും പറയാനില്ല. സിനിമയെ കുറിച്ച് സിനിമ ആദ്യത്തെ സിനിമയാണ്, എന്ത് തോന്നുന്നു ഒരു ഹാപ്പിനെസ്? ആക്ച്വലി അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. വന്ന ഉടനെ നിങ്ങൾ എല്ലാവരും ചോദിച്ചത് ബിഗ് ബോസിനെ പറ്റിയാണ്. എൻ്റെ ആ ഒരു മൊമെൻറ്റ് ആദ്യമായി ഞാൻ എന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ കൂടുതൽ ഇപ്പം 1 മണിക്കൂറായിട്ട് നമ്മൾ സംസാരിക്കുന്ന ബിഗ് ബോസിന്റെ കാര്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, പടം എനിക്ക് ആദ്യമായി ഞാൻ ബിഗ് സ്ക്രീനിൽ വരുന്ന ഒരു സന്തോഷമുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അതിൻ്റെ ഡെഫിനറ്റ്ലി ഒരു കാര്യം ബിഗ് ബോസ് തന്നെയാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കൂടുതൽ ശ്രമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് ദുബായിക്ക് പോയിട്ടാണെങ്കിലും ലൈഫിലേക്ക് മുമ്പോട്ട് പോകേണ്ട കുറേ കാര്യങ്ങൾ നേടിയെടുത്ത് വരുന്നത്. ഇപ്പം ബിഗ് ബോസിലേക്ക് വന്നതിലാണെങ്കിലും ഈ സിനിമ അങ്ങനെ കറങ്ങി ചുറ്റി ഡെസ്റ്റിനി പോലെ എത്തിയതാണെങ്കിലും ഐ എം വെരി ഹാപ്പി. പടം ഒരു ഫ്രഷ് പ്രൊഡക്ഷൻ, ഒരുപാട് സിനിമാ പ്രേമികൾ കൂടെ ചേർന്ന് ആദ്യമായി ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. ബിഗ് ബോസിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, ഞങ്ങളെ കറക്റ്റ് ചെയ്യുക. പക്ഷേ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ, അല്ലാതെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് കയറി കാണേണ്ട ഒരു സിനിമയൊന്നും അല്ല. അത് ഞാൻ റിയാലിറ്റി പറയാം.
റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നടക്കുന്ന ഒരു മുള്ളംകുലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ്. നിങ്ങൾക്ക് എന്തായാലും അത് കഴിഞ്ഞ വർഷം എനിക്ക് ഓഗസ്റ്റിലെങ്ങാണ്ട് ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ പടത്തോളം തുടങ്ങുന്നതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ. പക്ഷേ നമ്മൾക്ക് ആ മെസ്സേജ് കാണാതെ പോയി, മെസ്സേജുകളുടെ ഇടയ്ക്ക് അത് കാണാതെ പോയി. പിന്നെ എൻ്റെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം എൻ്റെ ക്യാരക്ടർ ചെയ്യാൻ 1 അല്ല 2 അല്ല 2 പേര് വന്ന് ചെയ്തു. എന്തൊക്കെയോ കാരണത്താൽ അത് വർക്കായില്ല, അതുകൊണ്ട് അത് മാറിപ്പോയി. ഇപ്പം വേറെ ആരോ കാസ്റ്റ് ചെയ്യാൻ നോക്കി ചിലപ്പം വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തോ കാസ്റ്റിംഗ് മാറിപ്പോയി. ഷൂട്ട് ചെയ്തു ഓൾറെഡി, എൻ്റെ ക്യാരക്ടർ വേറെ ഒരാൾ ഷൂട്ട് ചെയ്തു, അതും മാറ്റി. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഒരു ഡെസ്റ്റിനി പോലെ കറങ്ങി തിരിഞ്ഞ് പിന്നെയും ഞാൻ തന്നെ അതിനകത്ത് കാസ്റ്റായി. ഞാനാണ് ഏറ്റവും ലാസ്റ്റിൽ കാസ്റ്റ് ആവുന്ന ഒരു മെമ്പർ, ഏറ്റവും ലാസ്റ്റ് ഓഫ് ദി ഷൂട്ട്സ്. പിന്നെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അവർ റീഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇതൊക്കെ ആരുടെ